covalent bond in nitrogen molecule can be represented by using symbols and tribulin. നൈട്രജൻ തന്മാത്രയിലെ സഹസംയോജക ബന്ധനം പ്രതീകങ്ങൾ ഉപയോഗിച്ച് ആൻട്രിബുലൻ എന്ന് സൂചിപ്പിക്കാം. ഇലിസ്ട്രേറ്റ് ദ കെമിക്കൽ ബോണ്ട് ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ യൂസിങ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഹൈഡ്രജൻ തന്മാത്രയിലെ രാസബന്ധനം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ നോക്കാം. ഹൈഡ്രജൻ എത്രയുണ്ട്? 1 പ്ലസ് ഹൈഡ്രജൻ 1 കണ്ടല്ലോ. ഇനി എന്താണ്? ഈ രണ്ടെണ്ണം തമ്മിൽ യോജിച്ച് എഴുതുക. ഹൈഡ്രജൻ ഒരെണ്ണം വിട്ടുകൊടുത്തു, ഹൈഡ്രജൻ ഒരെണ്ണം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടെണ്ണമായി മാറി. Here a single bond is formed by the sharing of one pair of electrons between hydrogen atoms, and thereby stability is attained by gaining the electron configuration of the nearest noble gas, helium. ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു ജോഡി ഇലക്ട്രോണുകളുടെ പങ്കുവയ്ക്കലിലൂടെയാണ് ഏകബന്ധനം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത ഉത്കൃഷ്ടവാതകമായ ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ ക്രമീകരണം സ്ഥിരത കൈവരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ കോവാലന്റ് ബോണ്ടിങ് ഇൻ എലമെൻ്റൽ മോളിക്യൂൾസ് സച്ച് ആസ് ഹൈഡ്രജൻ ടു നൈട്രജൻ ടു ഓക്സിജൻ ടു ഫ്ലൂറിൻ ടു. ലെറ്റ് us examine the nature of the chemical bond in certain molecules of compounds. ഈ മൂലക തന്മാത്രകളിലെ സഹസംയോജന ബന്ധനം ഇപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായി കാണും. തന്മാത്രകളിലെ രാസബന്ധനം കൂടി നമുക്ക് നോക്കാം. See the representation of the chemical bond in hydrogen chloride molecule. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയെ രാസബന്ധനം ഇവിടെ നോക്കൂ. ഇവിടെ ഹൈഡ്രജൻ ഒരെണ്ണം വിട്ടുകൊടുക്കുകയാണ്, ക്ലോറിൻ ഒരെണ്ണം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ രണ്ടെണ്ണം വന്നു നോക്കിയിട്ട് കണ്ടോ. Here one pair of electrons is shared between hydrogen and chlorine, hence a single bond is present in hydrogen chloride. ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചതായി നമുക്ക് മനസ്സിലാക്കാം. ഹൈഡ്രജൻ ക്ലോറൈഡിലെ ഏകബന്ധനമാണ് ഉള്ളത്. Represent the covalent bond in hydrogen chloride using symbols. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിലെ സഹസംയോജന ബന്ധനം നമുക്ക് അതിൻ്റെ പ്രതീകം ഇവിടെ എഴുതാം. Hydrogen chloride. The chemical bond in hydrogen chloride molecules is represented in figure 3.10. Similarly, represent the bond in hydrogen fluoride. Hydrogen fluoride രാസബന്ധനം നമുക്ക് എഴുതാം. See the representation of chemical bond in water molecule. ജലതന്മാത്രയിലെ രാസബന്ധനം നമുക്കിവിടെ ശ്രദ്ധിച്ചു നോക്കാം. ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുമ്പോൾ ഇവിടെ 2, അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ഇവിടെ കണ്ടു. അതുപോലെ ഓക്സിജൻ്റെ ഒരെണ്ണവും ഹൈഡ്രജൻ്റെ ഒരെണ്ണവും കൂടി ചേർന്ന് ഇവിടെ. അങ്ങനെ ഇവർ 3 പേരെയും ചിത്രീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഹൗ മെനി കോവാലന്റ് ബോണ്ട് ആർ ഫോംഡ് ഹിയർ? ഇവിടെ എത്ര സഹസംയോജന ബന്ധനങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്? 2 സിംഗിൾ ബോണ്ട്, 2 ഏകബന്ധനങ്ങളാണ് ഉള്ളത്. HOH. Compounds formed by covalent bonding are called covalent compounds. സഹസംയോജക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങളെന്ന് വിളിക്കുന്നു. When non-metals combine together, usually covalent compounds are formed. അലോഹമൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ്. സഹസംയോജക സംയുക്തങ്ങളുടെ പൊതു സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നു. കോവാലന്റ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ്സ്. സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്. ദേ ആർ ജനറലി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ഇവ ജലത്തിൽ ലയിക്കുന്നില്ല. ദേ ആർ സോല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് കെറോസിൻ, carbon tetrachloride,
ബെൻസിൻ എക്സിട്ര. മണ്ണെണ്ണ, കാർബൺ ടെട്രാ ക്ലോറൈഡ്, ബെൻസിൻ മുതലായ ഓർഗാനിക് ലായനിയിൽ മാത്രമേ ലയിക്കാറുള്ളൂ. ദെയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ആർ യൂഷ്വലി ലോ. ഇവയുടെ ഉരുകൽ നിലയും തിളനിലയും കുറവാണ്. ജനറലി ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവയിലെ വൈദ്യുത ചാലകങ്ങളില്ല. ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ HF മോളിക്യൂൾ അട്രാക്റ്റഡ് ഈക്വലി ബൈ ബോത്ത് ദ ആറ്റംസ്. HF തന്മാത്രയിലെ ഇലക്ട്രോണുകൾ രണ്ടറ്റങ്ങളും ഒരുപോലെയാണോ ആകർഷിക്കുന്നത്? The relative ability of an atom to attract the shared pair of electrons between the covalent bonded atoms towards itself is called electronegativity. സംയോജന ബന്ധത്തിൽ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള ആറ്റത്തിൻ്റെ ആപേക്ഷിക കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. Various electronegativity scales have been put forward to compare the electronegativity of elements. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായി ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ്ഡ് ബൈ ദ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ലിനസ് പോളിംഗ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ഇൻ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ്ഡ് ബൈ ലിനസ് പോളിംഗ്, elements are assigned electronegativity values between 0 and 4 in this scale. The most electronegativity element is fluorine. ലിനസ് പോളിംഗ് ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ 0-നും 4-നും ഇടയിലുള്ള വിലകളാണ് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിട്ട് നൽകുന്നത്. സ്കെയിലിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലോറിനാണ്. എ പാർട്ട് ഓഫ് പോളിംഗ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഈസ് ഗീവൺ ബിലോ. പോളിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇഫ് ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട്സ് ഈസ് 1.7 or more, it generally shows ionic character, and if it is less than 1.7, it shows covalent character. ഒരു സംയുതത്തിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7-ന് തുല്യമോ അതിലധികമോ ആണെങ്കിൽ അയോണിക സ്വഭാവവും 1.7-ൽ കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവുമായിരിക്കും. Analyze figure 3.12 and find the electronegativity difference of the constituent elements. Record it in your science diary. ഈ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം കണ്ടെത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. ഇവിടെ കോമ്പൗണ്ട്സ് സംയുക്തങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്. ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസം നമുക്കിവിടെ എഴുതണം. നേച്ചർ ഓഫ് കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളുടെ സ്വഭാവം നമുക്കിവിടെ എഴുതണം. സോഡിയത്തിൻ്റെ NaCl പിന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവരുടെ വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കണം. 3.16 മൈനസ് 0.93 3 ആവാനായിട്ട് 3 1 2 10 11 2.2 2.23 നമുക്കിവിടെ ആൻസറായിട്ട് എഴുതാം. അപ്പോൾ നമുക്കിവിടെ കൂടുതലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? അയോണിക് ആയി മാറും. ഇനി ഹൈഡ്രജൻ ക്ലോറൈഡ് നമുക്ക് നോക്കാം. 3.16 മൈനസ് 2.20 6 2 11 നോക്കുമ്പോൾ 2 11 ആവാനായിട്ട് 9 2 ഒരുപോലെ വരുമ്പോൾ 0, അപ്പോൾ 0.96. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞല്ലോ 1.7-നേക്കാളും താഴെയാണ് ഈ നമ്പർ അല്ലേ. അപ്പോൾ ഇതെന്താണ്? കോവാലൻറ്റ്. ഇനി സോഡിയം ഓക്സൈഡിനെ നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും എലമെൻറ്റ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി മുകളിൽ തന്നിട്ടുണ്ട്. ആ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യം സോഡിയത്തിൻ്റെ നോക്കാം. 3.44 ഓക്സിജൻ്റെ 0.93 1 5
2 നമുക്കിവിടെ എഴുതാം 344 - 0.93 = 2.51. സോഡിയത്തിൻ്റെ എഴുതി പിന്നെ എന്താണ് ഓക്സിജനിൽ നമ്മൾ എഴുതി രണ്ടും തമ്മിൽ മൈനസ് ചെയ്ത് കിട്ടി. അപ്പോൾ അതെന്താണ് 1.7 കൂടുതലാണ് അല്ലേ. അപ്പോൾ അതെന്താണ് അയോണിക്കാണ്. അതുപോലെ കാൽസ്യത്തിൻ്റെ നമ്മൾ എഴുതി പിന്നെ എന്താണ് ക്ലോറിൻ്റെ നമ്മൾ എഴുതി. അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്തു. അപ്പോൾ 1.7 കൂടുതലാണ്. അപ്പോൾ അതും അയോണിക്കാണ്. പിന്നെ ക്ലോറിൻ്റെയും ഹൈഡ്രജൻ്റെയും നമ്മൾ എഴുതി മൈനസ് ചെയ്തു. അപ്പോൾ അതെന്താണ് 1.7 കുറവാണ്. അപ്പോൾ അത് കോവാലൻ്റാണ്. അടുത്തത് 1.7 കൂടുതലാണ്. അപ്പോൾ അയോണിക്കാണ്. മേക്ക് എ ടേബിൾ ഓഫ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് എക്സ്പ്ലെയിൻ ഇൻ നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ ദം യൂസിങ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. കണ്ടക്ട് എ സെമിനാർ ഇൻ യുവർ ക്ലാസ് ബേസ്ഡ് ഓൺ ദിസ്. വിവിധ സംയുക്തങ്ങളുടെ പട്ടിക നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രാസബന്ധനങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉപയോഗിച്ച് അത് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സെമിനാർ തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.